നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളുമായിട്ട് നോ കോൺടാക്റ്റിലിരിക്കുന്ന ആ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അവരുടെ ഓവറോൾ എനർജി എന്താണെന്ന് നോക്കും. അതാണ് ഈ കാർഡ്സ്. 1, 2, 3 ഏതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്ത് വെക്കുക. ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസൊനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് വാട്സാപ്പ് നമ്പർ. അപ്പോൾ നമ്മൾ നോക്കുക അവരുടെ ഓവറോൾ എനർജി, പിന്നെ അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കും, അവരുടെ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണെന്ന് നോക്കും, പിന്നെ അവരുടെ അടുത്ത ആക്ഷൻ എന്തായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കാർഡ് റീഡിങ്ങിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾക്കിത് മാറ്റി വയ്ക്കാം. 2, 3 നമ്മൾ ഒന്നാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ആദ്യം നമുക്ക് ഓറക്കൽ മെസ്സേജ് നോക്കണം. Om Namah Shivaya. 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 ഒരു കാർഡാണ് പറഞ്ഞിട്ടുള്ളത്. അത് ശിവജപ്. ഇത് ഈ കാർഡ് പറയുന്നത് ശിവനാമം ജപിക്കണം എന്നാണ് പറയുന്നത്. രുദ്രമന്ത്ര. അത് ഓം നമോ ഭഗവതേ രുദ്രായ. ഇത് നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ജപിക്കുന്നത്. അത് നമ്മൾ ഹിന്ദുക്കളുടെ ഇതിലാണ് പറയുന്നത്. മറ്റു ജാതിക്കാർ മറ്റു മതങ്ങളിൽ ദൈവങ്ങളിൽ അല്ലെങ്കിൽ എല്ലാ ദൈവവും ഒന്നാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ മറ്റു ദൈവങ്ങളെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾ ഏത് വിശ്വാസമാണ് വെക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പോൾ പ്രാർത്ഥന കൊണ്ട് മാത്രമേ നമ്മളുടെ ആഗ്രഹങ്ങൾ സഫലമാകുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി ഇപ്പോഴത്തെ 2 of Wands ആണ്. 2 of Wands എന്ന് പറഞ്ഞാൽ ഒരു ചോയ്സ്, കുറേ പ്ലാനിങ്, കുറേ കാര്യങ്ങളൊക്കെ ആലോചിച്ചു, പല തവണ ആലോചിച്ചു, പല വഴികൾ നോക്കി. അവസാനം 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതിൽ ഒരു ഓപ്ഷൻ തീരുമാനമെടുത്തു. ചോയ്സാണ്. ഒരു റിലേഷൻഷിപ്പ് പേഴ്സൺ ചൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. അപ്പോൾ ഇത് ഏറീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജീസ് ആണ് കേട്ടോ. ഒരു പെർട്ടിക്കുലർ ഇത് അല്ല പറയുന്നത്, ജനറൽ ഒരു ഫയർ സൈൻ്റെ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് ക്ലാരിഫൈ ചെയ്തത് 4 of അപ്പോൾ ഇത്രയും നാളും ഈ പേഴ്സൺ ആക്ഷൻ ഒന്നും എടുക്കാതിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ പേഴ്സൺ ആക്ഷൻ എടുക്കാനായിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ഇനി ആക്ഷനാണ് എടുക്കാൻ പോകുന്നത്. എന്താണ് ചെയ്യാമോ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ നോക്കാം. അപ്പോൾ പ്ലാനിങ് സ്റ്റേജൊക്കെ കഴിഞ്ഞു. കുത്തിയിരുന്ന് ചിന്തിച്ചു, പല വഴികൾ നോക്കി, എല്ലാം നോക്കിയിട്ട് ഒരു തീരുമാനമെടുത്തു. ഇനിയിപ്പോൾ ആക്ഷനാണ്. ഇനി പ്ലാനിങ്ങും വെറുതെ ഇരിക്കലൊന്നുമില്ല. അതാണ് കാണിക്കുന്നത്. ഇതും ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ്. അത് അക്വാരിയസ്, ലീബ്ര, ജെമിനി ആണ്. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നാണ്. അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുമായി നോ കോൺടാക്റ്റിലിരിക്കുന്ന പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്?
ഇപ്പോൾ ഈ പേഴ്സൺ വലിയ ഇമോഷണൽ ഒന്നുമല്ല കേട്ടോ. എന്ന് വെച്ചാൽ ഈ പേഴ്സൺ ചിലപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് പോയത് കൊണ്ടായിരിക്കാം നിങ്ങളുമായിട്ട് നോ കോൺടാക്റ്റിൽ. ഇവിടെ തേർഡ് പാർട്ടി ഉണ്ടാവണം തന്നെയില്ല, മനസ്സിലായോ? പല കാരണങ്ങൾ കൊണ്ട് റിലേഷൻഷിപ്പ് നോ കോൺടാക്റ്റിൽ പോവാം. അപ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് പെട്ടെന്ന് എൻ്റെ വായിൽ നിന്ന് വന്നതാണ്. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നില്ല ഒരു തേർഡ് പാർട്ടി, ഇപ്പോൾ തൽക്കാലം എനിക്ക് തോന്നുന്നില്ല. കാരണം കാർഡ്സ് കാണിക്കുന്നത് ഇവിടെ വളരെ അടുത്ത് പരിചയമുണ്ടായിരുന്ന 2 പേര്, അവർ വളരെയധികം സ്നേഹമുണ്ടായിരുന്നു, ചെറുപ്പം തുടങ്ങിയ പരിചയമുള്ള 2 പേര്, അവർ അത്രയും സ്നേഹത്തിൽ വന്നിട്ടാണ് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയത്. എന്നിട്ട് ആ റിലേഷൻഷിപ്പിൽ നിന്ന് സ്പ്ലിറ്റായി അല്ലെങ്കിൽ നോ കോൺടാക്റ്റിലേക്ക് ഒരാൾ പോയത് അതിന് കാരണം സ്നേഹം. ആ സ്നേഹം നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ഒരു യൂണിറ്റി, മനസ്സിലായെന്ന് വെച്ചാൽ ഇതൊരു മ്യൂച്വൽ ലവ് ആണ്, മ്യൂച്വൽ അട്രാക്ഷൻ. തമ്മിൽ 2 പേരും തമ്മിലുള്ള സ്നേഹം, തമ്മിലുള്ള ഒരു അട്രാക്ഷൻ, അതെല്ലാം റിലേഷൻഷിപ്പിലേക്ക് വന്നപ്പോൾ, അതല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് നഷ്ടമായി. അതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ലവ് ഇറങ്ങിപ്പോയി. അതെങ്ങോട്ടാണ് പോയത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ലവ് നഷ്ടമായത്? ഇപ്പോൾ ഈ പേഴ്സൺ ആ ഒരു ചിന്തയിലാണ്, എന്തുകൊണ്ടാണ്. അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആ പേഴ്സൺ ഒരു കാര്യം വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് വേറൊരു ഇതാണ് ചൂസ് ചെയ്തത്. 2 കാര്യങ്ങളിൽ ഒന്നാണ് ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു ഡിസിഷൻ എടുക്കാൻ ഈ പേഴ്സണ് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ചോയ്സ് എടുത്തിട്ടുണ്ട്, പക്ഷെ അത് വളരെ ബുദ്ധിമുട്ടി എടുത്ത ഒരു ചോയ്സാണ്. അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ അതിൽ സ്റ്റിക്ക് ചെയ്തിരിക്കാൻ നോക്കുകയാണ്. അപ്പോൾ പക്ഷെ എന്നാലും പിന്നെയും ചിന്തകൾ വരുന്നുണ്ട്, ഇത് വേണോ വേണ്ടയോ. ഇനിയിപ്പോൾ നിങ്ങൾ ഒരു സിംഗിൾ മദറാണോ സിംഗിൾ ഫാദറാണോ അറിയില്ല. എന്തായാലും ഈ ഒരു സിറ്റുവേഷന് ഈ പേഴ്സൺ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. വെച്ചാൽ ഈ റിലേഷൻഷിപ്പ് ഇല്ലാതായാൽ നിങ്ങളുടെ കാര്യം എന്താവും, അല്ലെങ്കിൽ ഇതിനകത്തൊരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ കാര്യം എന്താവും എന്ന് ഈ പേഴ്സൺ ഇരുന്ന് ചിന്തിക്കുന്നുണ്ട്, മനസ്സിലായോ? അപ്പോൾ പക്ഷേ ഇവിടെ ഈ റിലേഷൻഷിപ്പ് പണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു എന്നൊരു ചിന്ത ഈ പേഴ്സണ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ അകന്നു പോയത്. എന്ന് വെച്ചാൽ സമ്പാദിക്കുന്ന പൈസ മുഴുവനും ഒരാൾ എടുക്കുന്നു, മനസ്സിലായോ? മീൻസ് വിവാഹം കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിലേക്ക് പോയാൽ നിൻ്റെ പൈസ എൻ്റെ പൈസ എന്നൊരു വ്യത്യാസമില്ല എന്നൊക്കെ പറയും. പക്ഷെ എന്നാലും ചിലരുടെ ഇതിൽ നിൻ്റെ പൈസ എൻ്റെ പൈസയാണ്, എൻ്റെ പൈസയും എൻ്റെ പൈസയാണ്, നമ്മളുടെ പൈസ എന്നൊരു പരിപാടി ഇല്ല, മനസ്സിലായി? അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് പോയി. ഈ സിറ്റുവേഷൻ പണത്തിന് വേണ്ടി ഭയങ്കര ആർത്തി കാണിക്കുന്ന ഒരു എനർജി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് മനസ്സിലാക്കിയപ്പോൾ നിങ്ങളുടെ പേഴ്സൺ, ഇത് നിങ്ങളുടെയോ പേഴ്സൻ്റെ എനർജി ആവാം, എന്തായാലും നിങ്ങളുടെ ഈ പേഴ്സൻ്റെ സിറ്റുവേഷൻ നോക്കുന്നുണ്ട്. ഈ പേഴ്സൺ ഇതുകൊണ്ടാണ്, പണത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ്, പണത്തിനോടുള്ള മറ്റേ ആളുടെ ആർത്തി കൊണ്ടാണ് ഈ സിറ്റുവേഷൻ. അപ്പോൾ കാരണം ഇപ്പോഴും പണം നിങ്ങൾ മേടിക്കുന്നത് കുഞ്ഞിൻ്റെ പേരിലാണെങ്കിൽ ഈ പേഴ്സണോട് ഇപ്പോൾ നിങ്ങളാണ് നോ കോൺടാക്റ്റിൽ, എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞും വരാം കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ്, ആരാണ് നോ കോൺടാക്റ്റിൽ പോയിരിക്കുന്നത് അറിയില്ല, ആരാണ് ആ ഡിസിഷൻ എടുത്തതെന്ന് അറിയില്ല. ഒരാളെടുത്തപ്പോൾ മറ്റേ ആൾ അത് ഫോളോ ചെയ്തതാവാം, മനസ്സിലാവട്ടോ? അപ്പോൾ എന്തായാലും ഇപ്പോഴും പൈസയാണ് വേണ്ടത്, ആളെ വേണ്ട, പൈസ മാത്രം മതി എന്നൊരു സിറ്റുവേഷൻ ഈ പേഴ്സണ് മനസ്സിലായിട്ടുണ്ട്. ചിലപ്പോൾ ഈ പേഴ്സൺ ആയിരിക്കാം അങ്ങനെ പെരുമാറുന്നത്, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം. എന്തായാലും അടുത്ത ഇതിലേക്ക് ഞാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ സ്കോർപ്പിയോ ഉണ്ട്, വെർഗോ ഉണ്ട്, പൈസസ് ഉണ്ട്. അതാണ്. ഇനി അടുത്ത ചോദ്യം നമ്മൾ ചോദിക്കാൻ പോകുന്നത്, ഇപ്പോൾ നിങ്ങളോടുള്ള ഈ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണെന്നാണ് നോക്കുന്നത്. നിങ്ങളോട് ഉള്ള ഫീലിങ്സ് എന്താണ് ഈ പേഴ്സണ്? എല്ലാം റിവേഴ്സ് വന്നിട്ട് ഒരു കാർഡ് മാത്രം അപ്രൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ വളരെ ഇമ്പൾസീവ് ആയിട്ടുള്ള, നിങ്ങൾ ഇമ്പൾസീവ് ആണെന്നാണോ ഈ പേഴ്സൻ്റെ ചിന്ത? നിങ്ങൾക്ക് ഈ പേഴ്സണിൽ നിന്ന് ഒട്ടും നമുക്ക് പിടിച്ച് നമ്മൾക്ക് എന്താ പറയുക, അത് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത എക്സ്പെക്റ്റേഷൻസ് നിങ്ങൾക്ക് ഉണ്ടെന്നാണ് ഈ പേഴ്സൺ പറയുന്നത്, മനസ്സിലായോ?
നമ്മളെപ്പോഴും നമ്മളുടെ സൈഡ് മാത്രമല്ലേ ആലോചിക്കുള്ളൂ, മറ്റേയാളുടെ സൈഡ് ആലോചിക്കുന്നില്ല. മനസ്സിലായോ? ഈ പേഴ്സൺ പറയുന്നത് നിങ്ങൾ എപ്പോഴും ഈ പേഴ്സണിൽ നിന്ന് ആ പേഴ്സണ് പറ്റുന്നതിൻ്റെ പരിധിക്ക് അപ്പുറം കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഭയങ്കര ഇവിടെ കാണിച്ച പോലെ തന്നെ സിറ്റുവേഷൻ ഭയങ്കര ഗ്രീഡിയാണ് നിങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നോ കോൺടാക്റ്റിലേക്ക് പോയതെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ പേഴ്സൺ പക്ഷേ ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സിൽ പഴയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ സ്വഭാവത്തിൽ കുറച്ച് വ്യത്യാസം വരുത്താൻ തയ്യാറാണെങ്കിൽ ഈ പേഴ്സണും പഴയ കാര്യങ്ങൾ മറന്ന് ഒരു റീകൺസിലിയേഷന് വരാൻ റെഡിയാണെന്ന് പറയുന്നുണ്ട്. ഈ പേഴ്സൺ നിങ്ങൾക്ക് ഓഫർ തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഓഫർ തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ പേഴ്സൻ്റെ ഫിനാൻഷ്യൽ കൺട്രോൾ നിങ്ങളെ ഏൽപ്പിക്കുകയല്ല ചെയ്യുക. ഈ പേഴ്സൺ നിശ്ചയിക്കുന്ന ഒരു എമൗണ്ട് നിങ്ങൾക്ക് തരും ഇനി റിലേഷൻഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ. അതാണ് ഈ പേഴ്സൺ പറയുന്നത്. അപ്പം നിങ്ങളോടുള്ള ഫീലിങ്സ് പറഞ്ഞാൽ പണത്തിൻ്റെ പ്രശ്നമാണെന്നാണ് പറയുന്നത്. ഈ പേഴ്സൺ ഗ്രോത്ത് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ പണത്തിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ അടിമയെ പോലെ പണിയെടുപ്പിക്കുന്ന ആളുകൾക്ക് വേണ്ടി ആ ഒരു സിറ്റുവേഷനിലേക്ക് ഇനി തിരിച്ചു വരില്ല എന്ന് തന്നെയാണ് ഈ പേഴ്സൺ പറയുന്നത്. അപ്പം നിങ്ങളോടുള്ള ഫീലിങ്സ് പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ഈ പേഴ്സൻ്റെ അടുത്ത് നിന്ന് മാക്സിമം പൈസ എടുക്കാനാണ് നിങ്ങൾ നോക്കുന്നത് എന്നാണ് പറയുന്നത്. ഹാപ്പിനെസ് കുറവായിരുന്നു. ഇതുകൊണ്ട് തന്നെ ഓരോ മാസവും പൈസ ആവശ്യത്തിന് കൊടുക്കുമ്പോൾ ഇത് പോരാ, ബാക്കി പൈസ എവിടെ? അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ദാനം ചെയ്യുകയോ നിങ്ങളുടെ പൈസയാണ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിന് 100 ചോദ്യങ്ങളും വഴക്കുകളും ഉണ്ടായിരുന്നു. റിലേഷൻഷിപ്പിലെ ഹാപ്പിനെസ് വളരെ കുറവായിരുന്നു. മനസ്സിലായോ? അപ്പം നിങ്ങളുടെ ഈ സ്വഭാവം കൊണ്ടാണ് ഈ റിലേഷൻഷിപ്പിൽ ഹാപ്പിനെസ് കുറഞ്ഞതെന്നാണ് ഈ പുള്ളി പറയുന്നത്. സ്ത്രീ ആയാലും പുരുഷനായാലും, പുള്ളിന്ന് എൻ്റെ വായിന്ന് വന്നത്, എന്നാലും സ്ത്രീ ആയാലും പുരുഷനായാലും അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുക, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കൊരു പ്രയോറിറ്റി അല്ലായിരുന്നു, പണമായിരുന്നു പ്രയോറിറ്റി. അതാണ് ഈ പേഴ്സൺ. പക്ഷേ വിവാഹ ജീവിതം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ 3 ഏസ് ഓഫ് പെന്റക്കിൾസ് ഉണ്ട്, പേജ് ഓഫ് പെന്റക്കിൾസ് ഉണ്ട്. ഈ പേഴ്സൺ തിരിച്ച് റിലേഷൻഷിപ്പിലേക്ക് വരാൻ ഒരു റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ ഇരുന്ന് ആലോചിച്ചു, അപ്പോൾ ഇനിയൊരു റിലേഷൻഷിപ്പ്, ഇത്രയും പഴക്കമുള്ള രണ്ടുപേരും തിരിച്ചറിവുള്ള റിലേഷൻഷിപ്പ്, പരിചയമുള്ള റിലേഷൻഷിപ്പ് ഇങ്ങനൊരു പ്രശ്നത്തിലേക്ക് പോയപ്പോൾ ഇനി പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താവും സിറ്റുവേഷൻ? ഇത് ഈ പേഴ്സൺ ശരിക്കും ആലോചിച്ചിട്ടുണ്ടാവും. മനസ്സിലായോ? മീൻസ് ഇത്രയും പരിചയമുള്ള രണ്ടുപേര് തമ്മിൽ റിലേഷൻഷിപ്പിലേക്ക് വന്നപ്പോൾ ഒരു പിടുത്തമില്ല രണ്ടുപേർക്കും എന്താണ് ക്യാരക്ടർ മറ്റേയാളുടെ എന്ന്. അപ്പോൾ ഇനി ഒട്ടും പരിചയമില്ലാത്ത ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിൽ വന്നാൽ എന്തായിരിക്കും പ്രശ്നം? അപ്പോൾ അതെല്ലാം ഈ പേഴ്സൺ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പേഴ്സൺ തിരിച്ച് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ നിബന്ധനകൾ ഉണ്ടാകും ഇതിനകത്ത്, കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ നിങ്ങളോടുള്ള ഫീലിങ്സ്. ഇനി വലിച്ചെറിഞ്ഞ് കാണിച്ചു. ഇനി നിങ്ങളോടുള്ള ഈ പേഴ്സൻ്റെ അടുത്ത ഇതിന് വേണ്ടിയിട്ട് എന്ത് ആക്ഷനാണ് ഈ പേഴ്സൺ അടുത്തതായി എടുക്കാൻ പോകുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. ഇനി ഈ പേഴ്സൺ എന്ത് ആക്ഷനാണ് എടുക്കുക? ഇപ്പോൾ ഈ പേഴ്സൺ ഒട്ടും ഓർഗനൈസ്ഡ് അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് മാത്രമേ ഇനി ഒരു ആക്ഷൻ എടുക്കുകയുള്ളൂ. അപ്പോൾ ഈ പേഴ്സൺ തീരുമാനം എടുത്തിട്ടുണ്ട്, പക്ഷേ അതുപോലെ തന്നെ ആക്ഷൻ എടുക്കണമെന്ന് ഉള്ള ഒരു സിറ്റുവേഷനിലാണ്. പക്ഷെ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പോൾ തിരിച്ച് റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ കുറേ റെസ്പോൺസിബിലിറ്റീസ് ഈ പേഴ്സൺ ഇപ്പോൾ നോ കോൺടാക്റ്റിൽ പോയപ്പോൾ ഈ പേഴ്സണ് റെസ്പോൺസിബിൾ. നിങ്ങൾക്കൊരു എമൗണ്ട് തന്നാലും മതി. നമ്മൾ കൂടെ താമസിക്കുമ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന പൈസയും അകന്ന് നിൽക്കുമ്പോൾ അയച്ചു കൊടുക്കുന്ന പൈസയും വ്യത്യാസമുണ്ട്. അയച്ചു കൊടുക്കുന്ന പൈസ ഒരു ലിമിറ്റഡ് എമൗണ്ട് ആണ്. അപ്പം അതിനുള്ളിൽ ആ ഒരു എമൗണ്ട് മാത്രമേ ഈ പേഴ്സൻ്റെ കയ്യിൽ നിന്ന് പോകുന്നുള്ളൂ. പക്ഷെ ഒരുമിച്ച് ജീവിക്കുമ്പോൾ എല്ലാ ചിലവും ഈ പേഴ്സൺ എടുക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ പോവുകയാണ്. മനസ്സിലായി? പ്രയോറിറ്റൈസ് ചെയ്യാൻ പോവുകയാണ് കാര്യങ്ങൾ. കാരണം റിലേഷൻഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു എത്തുമ്പിടിയില്ല. അപ്പം അതിനു മുമ്പ് പ്ലാനിങ്, അപ്പം അതിനു മുമ്പ് നിങ്ങൾ തമ്മിൽ ഒരു സംസാരം ഉണ്ടാവും. എന്തായാലും ഈ കഴിഞ്ഞ കാര്യങ്ങളിൽ ഈ പേഴ്സൺ കഴിഞ്ഞ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റിൽ നിന്ന് ഈ പേഴ്സണ് കുറേ കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു.
എങ്ങനെ ഈ റിലേഷൻഷിപ്പ് ഡീൽ ചെയ്യണം, എങ്ങനെ ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് കാര്യം ഈ പഠിച്ചു. അപ്പോൾ നോ കോൺടാക്റ്റിൽ ഇരുന്ന സമയത്ത് ഈ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയായിരിക്കും അനലൈസ് ചെയ്യുന്നത്. നോ കോൺടാക്റ്റിൽ പോയപ്പോൾ ചിലപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കണം എന്ന് പോലും ഈ പേഴ്സൺ ചിന്തിച്ചിട്ടുണ്ടാവും. പിന്നെ ആലോചിച്ചപ്പോൾ പരിചയമുള്ളവർ തമ്മിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരാളെ നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ ക്ഷണിക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം പ്രതീക്ഷിക്കാതെ. അതൊക്കെ ആലോചിച്ചപ്പോൾ തിരിച്ചു വരാൻ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ ലവ് ഒന്നും കണ്ടില്ല, പക്ഷേ തിരിച്ചു വരാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ സിറ്റുവേഷൻ പേഴ്സൺ ആക്സെപ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ ഇതിൽ നിന്ന് ഒരു പാഠം പഠിച്ചു, ഇനി നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ അതിനർത്ഥം പാഠങ്ങൾ പഠിച്ചത് നമ്മൾ അതിനെ ഫോളോ ചെയ്തിട്ടാണ് ഇനി പോകാൻ പോകുന്നത്. പഴയ പോലെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കില്ല ഇത്. മനസ്സിലായോ? ഈ പേഴ്സൺ സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ പഠിച്ചു. നേരത്തെ നിങ്ങൾക്ക് ഈ പേഴ്സണെ നിങ്ങളുടെ പരിധിക്ക് നിർത്താമായിരുന്നു. നിങ്ങൾ തെളിക്കുന്ന വഴിക്കാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇനിയിപ്പോൾ ഈ പേഴ്സൺ ആരാണെന്നും ഈ പേഴ്സണ് ഞാനാണ് ഇവിടെ പൈസ പ്രൊവൈഡ് ചെയ്യുന്നത്, അപ്പോൾ എൻ്റെയാണ് പൈസ, അപ്പോൾ ഇത് എൻ്റെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ എൻ്റെ റൈറ്റാണ്, ഞാൻ എന്ത് ചെയ്യണം എൻ്റെ പൈസ കൊണ്ട് എന്നുള്ള ആ ഒരു അറിവ് ഈ പേഴ്സൺ ഉണ്ടായിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഒരു സെൽഫ് റെസ്പെക്റ്റീവ് പേഴ്സൺ പഠിച്ചു. ഈ പേഴ്സണിൻ്റെ വില ഈ പേഴ്സൺ മനസ്സിലാക്കി. അപ്പോൾ എന്തായാലും ഈ പേഴ്സണ് ഇപ്പോൾ 3 of Cups ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സണിൻ്റെ ഫ്രണ്ട്സ് ഈ പേഴ്സണെ കുറേ സപ്പോർട്ട് ചെയ്തു ഈ കാര്യത്തിൽ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സണിൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി കൂടെ പുറത്ത് പോകാനോ ഫ്രണ്ട്സിന് വേണ്ടി പൈസ ചിലവാക്കുന്നപ്പോൾ നിങ്ങൾക്ക് ദേഷ്യമായിരുന്നിരിക്കാം. അപ്പോൾ അതെല്ലാം പേഴ്സൺ തുടങ്ങിയിട്ടുണ്ട് ഒറ്റയ്ക്കായിരുന്നപ്പോൾ. ഇനി അതുമായിട്ട് തന്നെ മുമ്പോട്ട് പോകാനാണ് പ്ലാൻ. 10 of Cups ഉം 10 of Wands ഉം. അപ്പോൾ ഹാപ്പിനെസ്, ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ തന്നെ കണ്ടെത്തുന്നതാണെന്ന് ഈ പേഴ്സണ് മനസ്സിലായി. അത് നമ്മൾ മറ്റുള്ളവരിൽ ഡിപ്പെൻഡ് ചെയ്യരുതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രാരാബ്ധമായിരുന്നു ഈ സ്വന്തം തീരുമാനങ്ങൾ ഈ പേഴ്സണ് പണ്ട് നോ കോൺടാക്റ്റിന് മുമ്പ് അതൊരു പ്രശ്നമായിരുന്നു. തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ നോ കോൺടാക്റ്റിൽ വന്നപ്പോൾ ഈ പേഴ്സണ് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഗട്ട്സ് ഉണ്ടായി. അപ്പോൾ ഇനി ഈ പേഴ്സൻ്റെ ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ആണ് നോക്കുക. കുറച്ചും കൂടെ സ്ട്രോങ് ആയി ഈ പേഴ്സൺ. അപ്പോൾ ഹാർട്ട് ബ്രേക്കിൽ നിന്ന് ഈ പേഴ്സൺ കുറേ കാര്യങ്ങൾ പഠിച്ചു. മനസ്സിലായോ? അപ്പോൾ ആക്ഷൻ എടുക്കുന്നതിന് മുമ്പ് ഈ പേഴ്സണ് കുറേ കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഈ പേഴ്സൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും നിങ്ങളുടെ ഫാമിലിയും ഒക്കെ വിളിച്ചിട്ട് ചിലപ്പോൾ ഒരു മീറ്റിംഗ് ഒക്കെ വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് ഇത് നോ കോൺടാക്റ്റിൽ പോയതെന്നൊക്കെ ഡിസ്കസ് ചെയ്തിട്ടായിരിക്കാം ഈ പേഴ്സൺ ഇനി ഒരു തിരിച്ചു വരവിന് ആലോചിക്കാൻ പോകുന്നത്. ചിലപ്പോൾ ഇവിടെ പറയുന്നത് പോലെ നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ടായിരുന്നിരിക്കാം. അതും ഈ പേഴ്സൺ കണ്ടുപിടിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ ഈ പേഴ്സൻ്റെ പൈസ കൊണ്ട് നിങ്ങൾ തേർഡ് പാർട്ടിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കൊടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. പേഴ്സൺ ചിലപ്പോൾ എബ്രോഡ് വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കാം. മനസ്സിലായോ? അപ്പോൾ ഇപ്പോഴും നാട്ടിൽ വരാത്ത ഒരാളാണ്. അപ്പോൾ അതിനിടയ്ക്കാണ് നോ കോൺടാക്റ്റ് പോയത്. പൈസ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്, പക്ഷേ ഈ പേഴ്സൺ തിരിച്ച് നാട്ടിലേക്ക് വരുന്നുണ്ട്. അതിന് മുമ്പ് വന്നു കഴിഞ്ഞാൽ പലരുമായിട്ട് മീറ്റിംഗ് വെച്ചിട്ട് ഇതിനൊരു ഡിസിഷൻ എടുക്കും. കാരണം നിങ്ങൾ ഉഴപ്പിയിട്ടുണ്ട്. നിങ്ങൾ ഈ പേഴ്സൺ വളരെ ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്ന പൈസ ഈ പേഴ്സൺ അറിയാതെ പലർക്കുമായി വീതിച്ചിട്ടുണ്ടെന്ന് ഈ പേഴ്സണ് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, ഈ പേഴ്സൺ അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ കൊടുത്തിരുന്നില്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ റീഡിങ്. ഓക്കെ, നമുക്ക് നോക്കാം. ലിയോ, ടോറസ്, ലീബ്ര. ഇവിടെ ഒന്നും സ്ട്രോങ് ആയ സോഡിയാക്സ് വേറെ കാണിക്കുന്നില്ല. പൈസീസ് ഉണ്ട്, വെർഗോ, ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ് നേരത്തെ. സ്കോർപിയോ. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ റീഡിങ്ങിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കണം, അതിന് മുമ്പ് രണ്ടാമത്തെ റീഡിങ്. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ശിവഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ ഇതിനു മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ട്, ശിവൻ്റെ ഭക്തനോ ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം. ശ്രീകൃഷ്ണ ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെയല്ല ശിവഭഗവാനോട് പ്രാർത്ഥിക്കുക. ശ്രീകൃഷ്ണ ഭഗവാൻ ചില കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിക്കും. ശിവഭഗവാൻ അങ്ങനെയല്ല.
നമ്മളുടെ ചെറിയ ചെറിയ തെറ്റുകൾ നമ്മൾ കണ്ണടച്ചിരുട്ടാക്കിയോ ഇത് തെറ്റല്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും നമ്മളെ പാഠം പഠിപ്പിക്കും. അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ശിവഭഗവാനോട് പ്രാർത്ഥിക്കാനായിട്ട് കേട്ടോ. ശ്രീകൃഷ്ണ ഭഗവാനെ പോലെ ഫ്ലെക്സിബിൾ അല്ല ശിവഭഗവാൻ. അപ്പം നമ്മളെ കുറേ കാര്യങ്ങൾ, നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരുമോ അല്ലെങ്കിൽ നമ്മളെ പാഠം പഠിപ്പിക്കും. അതാണ് ശിവഭഗവാന്റെ ഒരു സ്ട്രിക്റ്റ് ആയ ഒരു ഹെഡ് മാസ്റ്റർ പോലെയാണ്, ഒരു സുഹൃത്തല്ല ശിവഭഗവാൻ. അപ്പോൾ വളരെ സൂക്ഷിക്കുക. ഇവിടെ കാർഡ് വന്നിരിക്കുന്നത് ഹലാല പോയിസൺ, സാക്രിഫൈസ് ചെയ്യണം എന്നാണ് പറയുന്നത് നിങ്ങളോട്. അപ്പോൾ ഈ സിറ്റുവേഷന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ കാർഡ് സാക്രിഫൈസ്. നിങ്ങൾ സാക്രിഫൈസ് ഫോർ ദ സേക്ക് ഓഫ് യുവർ ഫാമിലി ഓർ ഗ്രേറ്റർ കമ്മ്യൂണിറ്റി. Although it is very hard to make this sacrifice, however, it is crucial for the people around you. അപ്പോൾ പറയുന്നത് നിങ്ങൾ ഈ സിറ്റുവേഷനെ സാക്രിഫൈസ് ചെയ്യണം എന്നാണ് പറയുന്നത് നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട്. കാരണം ഇത് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണെന്ന് അറിയാം ഈ സാക്രിഫൈസ് ചെയ്യുക, പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത്. ഈ സാക്രിഫൈസ് ത്യജിക്കുക, ഈ സിറ്റുവേഷനെ നിങ്ങൾ ത്യജിക്കണം എന്നാണ് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്? പേജ് ഓഫ് സ്വേർഡ്സ്. പേജ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന സിറ്റുവേഷനാണ്. ക്യൂരിയോസിറ്റി, കൂടുതൽ അറിയണം എന്ന ഒരു ഇമ്മച്യൂർഡ് എനർജിയാണ്. കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണം എന്ന് ആലോചിക്കുന്ന, അതിന് പല വഴികളും നോക്കുന്ന, ഗോസിപ്പ് ശ്രദ്ധിക്കുന്ന, ഗോസിപ്പിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണിത്. അപ്പോൾ പല വഴിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഏത് ഇൻഫർമേഷനാണോ ഈ പേഴ്സണ് വേണ്ടത് അത് ശേഖരിക്കാനുള്ള ഏത് വഴിയും സ്വീകരിക്കാൻ മടിയില്ലാത്ത ഒരു എനർജിയാണ് ഈ പേഴ്സൺ കേട്ടോ. ക്ലാരിഫൈ ചെയ്യുന്നത് 6 of Swords ആണ്. 6 of Swords എന്ന് പറഞ്ഞാൽ മൂവ് ഓൺ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അല്ലെങ്കിൽ കഴിഞ്ഞ സിറ്റുവേഷൻ എന്താണ് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക. ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞാൽ നോളജാണ്, ഇൻറ്റ്യൂഷൻ, നോളജ്. അപ്പോൾ ഈ പേഴ്സണ് അറിയാനുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഈ സിറ്റുവേഷനിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതിൽ നിന്ന് മുമ്പോട്ട് പോകാനാണ്. അത് ഉപേക്ഷിച്ച് പോകുകയോ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ മാറ്റി സിറ്റുവേഷനിൽ തന്നെ സിറ്റുവേഷനിലുള്ള ആളുകളുടെ കൂടെ തന്നെ നിൽക്കുക, പക്ഷേ അതേപോലത്തെ സിറ്റുവേഷനിൽ നിൽക്കുന്നില്ല. എന്തെങ്കിലും ഒരു വ്യത്യാസം വരണം. സ്വഭാവ മാറ്റം അല്ലെങ്കിൽ പരിതസ്ഥിതി മാറ്റം അല്ലെങ്കിൽ താമസ സ്ഥലം മാറ്റം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം നമുക്ക് ഇത് അക്വേറിയസ്, ലിബ്ര, ജെമിനായി ആണ് രണ്ടും. പിന്നെ ഉള്ളത് വെർഗോ, പൈസസ് ആണ്. അപ്പോൾ നമുക്ക് ഇനി നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ നോ കോൺടാക്റ്റ് ഇരിക്കുന്ന പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, ആ പേഴ്സണിൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്നാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ചോദ്യം. അപ്പോൾ അതിലേക്ക് എത്താനാണ് നമ്മൾ ഈ വഴിക്ക് പോകുന്നത് കേട്ടോ. ആ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് ആണ് നമ്മൾ നോക്കുന്നത്. കുറച്ചധികം കാർഡ്സ് ഉണ്ട്, എന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഈ പേഴ്സൺ ഇപ്പോൾ പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുക, നൊസ്റ്റാൾജിക്കാണ് ഭയങ്കര. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അയവറുക്കുന്ന ഒരാൾ. അതുപോലെ തന്നെ ആ സിറ്റുവേഷൻ, പക്ഷേ പഴയ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് പഴയ കാര്യങ്ങൾ ആ സിറ്റുവേഷൻ മാറാൻ ഈ പേഴ്സൺ സമ്മതിക്കുന്നില്ല. മനസ്സിലായോ? ആ പേഴ്സൺ ഇവിടെ മൂവ് ഓൺ ചെയ്യണമെന്ന് ഈ പേഴ്സൻ്റെ എനർജി പറയുന്നെങ്കിലും ശരിക്കും സിറ്റുവേഷനിൽ ഈ പേഴ്സൺ പാസ്റ്റിൽ തന്നെ മുറുക്ക പിടിച്ചിരിക്കുന്ന ഒരു എനർജിയാണ്. ഒരു ലവ് ഓഫർ തിരിച്ച് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. ആർക്കോ ഒരാൾക്ക് ലവ് ഓഫർ ചെയ്യാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പക്ഷേ ഈ പേഴ്സൺ ഒരു വല്ലാത്തൊരു എനർജിയാണ് ഇപ്പോൾ. എന്ന് വെച്ചാൽ ഭയങ്കര റൂട്ട്ലെസ് ആയിട്ടുള്ള ഒരു കടുംപിടുത്തമുള്ള വളരെ ഇത്തിരി ക്രൂരതയുള്ള ഒരു എനർജി ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പേഴ്സൺ ഭയങ്കര പിശുക്ക് ഉണ്ട്, സ്നേഹം കാണിക്കുന്നത്. അപ്പം നേരത്തെ
വളരെ ഫ്രീ ആയിട്ട് മറ്റുള്ളവരോട് ഇടപെട്ടിരുന്ന ഒരാൾ അനുഭവങ്ങൾ കൊണ്ട് ഇപ്പോൾ വികാരങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ പിശുക്ക് കാണിക്കുന്നുണ്ട്. മനസ്സിലായി? മറ്റുള്ളവരോട് ആർഭാടമായിട്ട് ചിലവാക്കിയിരുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ റെഡിയായിരുന്ന ഒരാൾ ഇപ്പോൾ അതിലൊക്കെ റെസ്ട്രിക്ഷൻസ് വെക്കുന്നുണ്ട്. പിന്നെ ഈ പേഴ്സൺ ഓവർ കമ്മിറ്റഡ് ആണ് എന്ന് പറയുന്നുണ്ട്. ഒരു ഓർഗനൈസ്ഡ് അല്ല ഇപ്പോൾ. കാരണം ഈ പേഴ്സൺ പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്, അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം. അപ്പോൾ ഒരു പിടിവലി നടക്കുന്നുണ്ട് ഈ പേഴ്സൻ്റെ മനസ്സിൽ. അപ്പോൾ അതൊരു പ്രശ്നമാണ്. എന്തായാലും ഈ പേഴ്സൺ വളരെ ഓരോ ചുവട് വയ്ക്കുന്നതും വളരെ സൂക്ഷിച്ചാണെന്നാണ് പറയുന്നത് കേട്ടോ. വളരെ സൂക്ഷിച്ച് മാത്രം മുമ്പോട്ട് പോകുന്ന ഒരു എനർജിയാണത്. കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾ നോ കോണ്ടാക്റ്റിൽ പോയതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇവിടെ പാസ്റ്റിൽ എന്തിനെക്കുറിച്ചാണ് ഈ പേഴ്സൺ വീണ്ടും വീണ്ടും ആലോചിക്കുന്നതെന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് റിലേഷൻഷിപ്പ് അവസാനിക്കാൻ ഇടയായത്, എങ്ങനെ ഒരു നോ കോണ്ടാക്റ്റിലേക്ക് പോകാനുണ്ടായ കാര്യം എന്താണ്, അതാണ് പേഴ്സൺ ആലോചിക്കുന്നത്. അതുപോലെ തന്നെ ഈ വഴക്കുകൾക്ക് ഒരു അവസാനം എങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ തമ്മിൽ നല്ല വഴക്കുണ്ടാവുന്നുണ്ട്, അതെങ്ങനെ അവസാനിപ്പിക്കാമെന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. പിന്നെ ഒരു സിറ്റുവേഷൻ അവസാനിച്ചത് അതെങ്ങനെ തിരിച്ചു കൊണ്ടുവരാമെന്നാണ് മദർ ഓഫ് കപ്സ്. നിങ്ങളെ വളരെ സ്നേഹമുള്ള ഒരു എനർജി ആയിട്ടാണ് കാണുന്നത് ഈ പേഴ്സൺ. അപ്പോൾ ഈ പേഴ്സൻ്റെ ശാഠ്യം കൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് പോയത് ചിലപ്പോൾ. അപ്പോൾ എല്ലാത്തിനും ഒരു പരിധി ഉണ്ടല്ലോ, നമ്മൾ എടുക്കുന്നതിനൊരു പരിധിയുണ്ട്. ഒരാൾ നമ്മളെ ചവിട്ടി അരയ്ക്കുമ്പോൾ നമ്മൾ അത് സ്വീകരിക്കുന്നതിനൊരു പരിധിയുണ്ട്. അപ്പോൾ നിങ്ങൾ ആ പരിധി എത്തിയപ്പോഴായിരിക്കാം ഇവിടെ നിന്ന് നോ കോണ്ടാക്റ്റിലേക്ക് പോയത്. ഒരു റെസിസ്റ്റൻസ് നിങ്ങളുടെ അടുത്ത് നിന്ന് വന്നപ്പോഴായിരിക്കും ചിലപ്പോൾ ഈ പേഴ്സൺ നോ കോണ്ടാക്റ്റിലേക്ക് പോയത്. മനസ്സിലായോ? എന്നുവെച്ചാൽ നിങ്ങൾ പറഞ്ഞായിരിക്കും എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഈ പേഴ്സൺ പോയത്. അറിയില്ല എനിക്ക്. എന്തായാലും അത് തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ ഇപ്പോൾ നിങ്ങളായിരിക്കാം പോയത്, പിന്നീടായിരിക്കാം ഇത് നോ കോണ്ടാക്റ്റിലേക്ക് വന്നത്. അപ്പം നിങ്ങൾക്കും ഈ പേഴ്സൺ നിങ്ങളെ ഭയങ്കര സ്നേഹമുള്ള ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ പേഴ്സണോട് ഇപ്പോഴും സ്നേഹമുണ്ട്, അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ റീഡിങ് കാണുന്നത്. എന്തായാലും നിങ്ങൾക്ക് ലവ് ഓഫർ തരാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളാണ്, വേറെ ആരെയും ഈ പേഴ്സൺ നിങ്ങളെപ്പോലെ, വേറെ ആരും നിങ്ങളെപ്പോലെ ഈ പേഴ്സണെ സ്നേഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൻ്റെ ഒരു കടുംപിടുത്തം കൊണ്ടാണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ പ്രശ്നമായതെന്നാണ് ഈ പേഴ്സൺ അത് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അത് മനസ്സിലാകുന്നത് ഒരു കാര്യം, പക്ഷേ അത് ആക്സെപ്റ്റ് ചെയ്യുക, അത് തുറന്ന് പറയുക, അത് ഈ പേഴ്സൺ ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസ്, ഇനി സ്വരുമയോടുകൂടി നിങ്ങളുടെ കൂടെ ജീവിക്കണമെന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഈ പേഴ്സൺ കൺഫ്യൂഷൻ ഉണ്ട്. ഈ പേഴ്സണ് പണത്തിൻ്റെ കാര്യത്തിലും റിലേഷൻഷിപ്പ് എങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളോട് സ്നേഹം കാണിക്കണോ, അതോ കുറേശ്ശെ കാണിച്ചാൽ മതിയോ എന്നൊക്കെ ഈ പേഴ്സൺ ഒരു സംശയമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളോട് സ്നേഹം തുറന്ന് പറയണോ, മനസ്സിലായി? അതിന് പേഴ്സൺ കുറച്ച് ധൈര്യം വേണം. ഈ പിള്ളേർ ധൈര്യം വേണം. അപ്പോൾ അതിന് ധൈര്യം സംഭരിക്കുകയും വേണം ഈ പേഴ്സണ്. പിന്നെ ഇപ്പോൾ ജോലി ഇല്ലയെന്നുള്ളൂ, ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പണത്തിന് ഞെരുക്കമുണ്ട് ഈ പേഴ്സണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് കടം മേടിച്ചായിരിക്കാം ജീവിതം മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ ജോലിയെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും രണ്ടാമതൊരു ജോലി കണ്ടുപിടിക്കണം, അതിന് പുറത്തേക്ക് നോക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഇനി നാട്ടിൽ നിൽക്കുന്നില്ല, പുറത്തേക്ക് പോകണം എന്നാണ് വിചാരിക്കുന്നത് ഈ പേഴ്സൺ. അപ്പോൾ 4 ഓഫ് വോൺസ് റിവേഴ്സാണ്. അപ്പോൾ 4 ഓഫ് വോൺസ് റിവേഴ്സ് എന്ന് പറഞ്ഞാൽ മാരേജിൻ്റെ സിറ്റുവേഷനാണ്. ഈ ഒരു സിറ്റുവേഷൻ തൽക്കാലത്തേക്ക് ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഈ സിറ്റുവേഷനൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളോട് ഇതൊന്നും തുറന്ന് പറയുന്നില്ല. തൽക്കാലം ഈ പേഴ്സൺ പുറത്തേക്ക് ജോലിക്ക് പോകുന്നത് പോലും നിങ്ങളോട് പറയാണ്ടാണ് ഈ പേഴ്സൺ പോകണമെന്നാണ് ഈ പേഴ്സൻ്റെ പ്ലാൻ. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, ജെമിനായി ഉണ്ട് ഇവിടെ, ലിയോ ഉണ്ട്, സ്കോർപ്പിയോ ഉണ്ട്. സ്കോർപ്പിയോ സ്ട്രോങ് ആണ് ഇവിടെ കേട്ടോ. അടുത്ത ചോദ്യം, നിങ്ങളോടുള്ള ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? നിങ്ങൾ ഭയങ്കര ജനറസ് ആണ്. നിങ്ങളെ ഭയങ്കര ഒരു പൈസയുള്ള ഒരാളായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഭയങ്കര ട്രഡീഷണൽ ആണെന്നാണ് പറയുന്നത്. നിങ്ങൾ ഭയങ്കര എന്താ പറയുക,
ട്രഡീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാം ചിട്ടയോടെ നോക്കുന്ന ഒരു എനർജി. ഇതുപോലെ തന്നെ നിങ്ങൾ പൈസ ഉണ്ടാക്കാനും നല്ല കഴിവുള്ള ആളാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി, നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി ആ പൈസ ഉപയോഗിക്കാനും നിങ്ങൾക്ക് മടിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്ത് നിന്ന് ക്ഷമ ചോദിക്കേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ മൂവ് ഓൺ ചെയ്തോന്ന് ഈ പേഴ്സൺ ഒരു ഡൗട്ട് ഉണ്ട്. കാരണം നിങ്ങൾക്ക് ഭയങ്കര ഹാർട്ട് ബ്രേക്കാണ് ഈ പേഴ്സൺ തന്നത്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഈ പേഴ്സൺ അറിയില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ എന്താണ് സിറ്റുവേഷൻ അതറിയണം. അപ്പോൾ നിങ്ങൾ മൂവ് ഓൺ ചെയ്തോന്ന് ഈ പേഴ്സൺ അറിയണം. വീൽ ഓഫ് ഫോർച്യൂൺ, നിങ്ങളാണ് ഈ പേഴ്സൻ്റെ ലക്ക് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളെ കൈവിടാൻ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് അകന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ രണ്ടുപേരും അകന്നതായിരിക്കാം. എന്തായാലും ഈ റിലേഷൻഷിപ്പ് ഒട്ടും നേരത്തെയും നോ കോൺടാക്റ്റിൽ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങളായിരിക്കും ഈ പേഴ്സണെ ഇഗ്നോർ ചെയ്തിരുന്നത്. ഈ പേഴ്സൺ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് വിട്ടിട്ടില്ല. അപ്പോൾ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഷെയറിങ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിക്ക് നമ്മളുടെ പൈസ കൊണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ഫാമിലിക്ക് പൈസ കൊടുത്തിട്ടുണ്ടാവും. വളരെ ട്രഡീഷണലാണ് നിങ്ങൾ. അപ്പോൾ വീട്ടുകാരെ നന്നായിട്ട് നോക്കുന്ന, ഇഷ്ടംപോലെ പണമുണ്ട്. ഇപ്പോൾ അരയാലാണോ പേരാലാണെന്ന് അറിയില്ല, വലിയ നമ്മുടെ അമ്പലങ്ങളുടെ മുമ്പിലുള്ള ആ മരം പടർന്ന് പന്തലിച്ച് അത് പല ജീവികൾക്ക് കൂട് കൂട്ടാനുള്ള സ്ഥലം, ഉറുമ്പ് എന്തൊക്കെയാണ് അതിനകത്ത് ജീവിക്കുന്നതെന്ന് അറിയില്ല. 1000 വർഷങ്ങൾക്കൊക്കെ നമുക്ക് നിൽക്കുന്നതുങ്ങളുണ്ട്. അപ്പം ഇങ്ങനെ വേര് അവരുടെ ചില്ലകളിൽ നിന്ന് വേര് ആഴ്ന്നിട്ട് വലിയൊരു ദൂരസ്ഥലം വരെ ഇങ്ങനെ ഈ മരം പടർന്ന് നിൽക്കും. അപ്പം അതിൻ്റെ അടിയിൽ ആൾക്കാർക്ക് കളിക്കാനും ആൾക്കാർക്ക് വന്നിരിക്കാനും എല്ലാം സ്ഥലം ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ അതുപോലത്തെ ഒരു വൃക്ഷം പോലെയാണ്. നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് പലരും ഉണ്ട്. നിങ്ങളുടെ ഫാമിലിയുടെ കാര്യം, ചിലപ്പോൾ ഈ പേഴ്സണിൻ്റെ ഫാമിലിയുടെ കാര്യമൊക്കെ നിങ്ങളായിരിക്കും നോക്കുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ പേഴ്സണ് നിങ്ങളോട് ഇത്തിരി റെസ്പെക്റ്റ് ഒക്കെ ഉണ്ട്. കാരണം നിങ്ങൾ അത്ര സെൽഫിഷായ ആളല്ല എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പേഴ്സണും നിങ്ങളുടെ മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ നിങ്ങൾക്ക് ഇപ്പോഴും ഈ പേഴ്സണോട് സ്നേഹമുണ്ടാകും, ഈ പേഴ്സൺ തിരിച്ചു വന്നാൽ എന്നാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ സമ്പാദിക്കുന്നത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു മടിയില്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. നിങ്ങളെക്കുറിച്ച് നല്ല ഫീലിങ്സ് ആണ് ഈ പേഴ്സണ്. എന്ത് ആക്ഷനാണ് ഈ പേഴ്സൺ എടുക്കാൻ പോകുന്നത്? അപ്പോൾ ഈ പേഴ്സൺ പുറത്തേക്ക് ജോലി നോക്കാൻ പോവുകയാണ് കേട്ടോ. എന്ത് ആക്ഷനാണ് എടുക്കുക? പേഴ്സൺ ഡിസിഷൻ ഒന്നും എടുക്കുന്നില്ല. ചിലപ്പോൾ പോയിട്ട് വന്നിട്ട് എന്നൊക്കെ പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ട്. അപ്പം ജോലി നോക്കി പുറത്തേക്ക് പോയിട്ട് തിരിച്ച് വന്നിട്ടായിരിക്കാം ചിലപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ, ഇപ്പം വിവാഹത്തിൻ്റെ കാര്യങ്ങളിലൊന്നും ഈ പേഴ്സണൽ കാര്യത്തിനാണ് ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം. പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്, ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടായിരിക്കും. ഫിനാൻഷ്യലി ഭയങ്കര ഡൗൺ ആണ് ഈ പേഴ്സൺ. അപ്പോൾ ഫിനാൻഷ്യൽ റിക്കവറി വേണം. അതുപോലെ തന്നെ മനസ്സ് കുറച്ചും കൂടെ സ്ട്രോങ് ആക്കണം. അപ്പോൾ ഇപ്പോൾ തൽക്കാലം പേഴ്സണൽ കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാനോ നിങ്ങളോട് കാര്യങ്ങൾ പറയാനോ ഒന്നും ഈ പേഴ്സൺ റെഡിയല്ല കേട്ടോ. ഫിനാൻഷ്യൽ റിക്കവറി ആണ് മെയിൻ. ഇവിടെ ഫിനാൻഷ്യൽ കാണിക്കുന്നുണ്ട്. ഇവിടെ ഈ പേഴ്സൻ്റെ കുറച്ചും കൂടെ ഡിസിപ്ലിൻഡ് ആവണം. കുറച്ച് ഈ പേഴ്സണ് സോൾ സെർച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റുകളാണ് ചെയ്തത്, എന്താണ് ഇനി ചെയ്യാനുള്ള നല്ല കാര്യങ്ങൾ, മനസ്സിലായി, ആക്ഷൻ എന്തൊക്കെ എടുക്കണം, എന്തൊക്കെ പ്ലാൻ ചെയ്യണം. അപ്പോൾ അതിലൊരു ഡിസിഷൻ എടുക്കണം ഈ പേഴ്സൺ. കുറച്ച് സമയം എടുക്കും ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുമ്പോൾ. എന്തായാലും നല്ലൊരു കാര്യത്തിനായിരിക്കും വരുന്നത്, എന്തായാലും വരുന്നുണ്ട്. പക്ഷേ അതിന് കുറച്ച് സമയം എടുക്കുമെന്നാണ് പറയുന്നത്. ഫിനാൻഷ്യൽ റിക്കവറിയൊക്കെ ഉണ്ടായിട്ട് മാത്രമേ ഈ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുള്ളൂ. ക്യാൻസർ, വെർഗോ. അപ്പോൾ ജോലിയിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പം ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, പിന്നെ ടോറസ് ഉണ്ട് ഇവിടെ, ജെമിനായി, ലിയോ, ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ റീഡിങ്. ഇനി നമ്മൾ മൂന്നാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. മൂന്നാമത്തെ റീഡിങ്ങിൽ
ഓറക്കൽ മെസ്സേജ്. അപ്പോൾ ഇത് സാക്രിഫൈസ് ചെയ്യണം എന്നാണ് നിങ്ങളോട് പറയുന്നത്. മനസ്സിലാവും, നിങ്ങൾക്കറിയാം സിറ്റുവേഷൻ എന്താണെന്ന്. ഇനി ഈ പേഴ്സൺ തിരിച്ചു വരുന്നത്, രണ്ടാമത്തെ റീഡിങ്ങിൻ്റെ കാര്യമാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തിരിച്ചു വരുന്നത് ചിലപ്പോൾ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ, പക്ഷെ ആ പേഴ്സൺ പുറത്തേക്ക് പോയി ജോലി ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോ കോൺടാക്റ്റിലേക്ക് പോയത് എന്നതിനനുസരിച്ചിരിക്കും നിങ്ങൾക്ക് ഈ പേഴ്സണെ വേണോ വേണ്ടയോ എന്നുള്ള സിറ്റുവേഷൻ. അത് നിങ്ങളുടെ തീരുമാനമാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ റീഡിങ് കഴിഞ്ഞ് മൂന്നാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. അങ്ങനെ നമുക്ക് ഓറക്കൽ മെസ്സേജ് നോക്കാം. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഒരു ഷഫ്ലും കൂടെ ചെയ്തിട്ട് നമുക്ക് കാർഡ് എടുക്കാം. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. കുറച്ച് കാർഡ്സ് ഓക്കെ, രണ്ടെണ്ണേ വീട്ടുള്ളൂ. നമുക്ക് നോക്കാം ഇത് എന്തൊക്കെയാണെന്ന്. ഒന്ന്, ലോ ഓഫ് കർമ്മ, reaping what you sow. The universe operates on the principle of karma. What you give, you shall receive. Your current situation is a reflection of the consequences of your past actions. അപ്പോൾ കർമ്മഫലം, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം, അതാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ സിറ്റുവേഷൻ, നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങളുടെ കർമ്മഫലമാണെന്നാണ് പറയുന്നത്. പിന്നെ ഡിലേയ്സ്, വെയിറ്റ് ഫോർ ദ റൈറ്റ് ടൈം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അതിന് കറക്റ്റായിട്ടുള്ള റെസ്പോൺസ് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അതിനർത്ഥം ഈ കാര്യങ്ങൾ നടക്കാനുള്ള സമയം ഇനിയും ആയിട്ടില്ല എന്നാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി ഭയങ്കര സ്ട്രെസ്സാണ്. 9 ഓഫ് സ്വേർഡ്സ് ആണ്. അക്വേറിയസ്, ലിബ്ര, ജെമിനി. പേഴ്സണ് ഉറക്കമൊന്നുമില്ല, ഭയങ്കര സ്ട്രെസ്സാണ്, ഡിപ്രഷൻ, ഇതൊക്കെയാണ് ഈ പേഴ്സൻ്റെ പ്രശ്നങ്ങൾ. നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം ഇത്. Four of Pentacles, Ace of Wands. ഈ പേഴ്സൺ ആരെയോ കുറിച്ച് ആലോചിച്ച് വളരെ പാഷനറ്റ് ആണ് ഈ പേഴ്സൺ എന്തോ ഒരു കാര്യം. അപ്പോൾ നോ കോൺടാക്റ്റിലാണെങ്കിലും ആ ഒരു സിറ്റുവേഷൻ ഈ പേഴ്സണിൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. എന്തൊക്കെ ട്രൈ ചെയ്തിട്ടും ഈ പേഴ്സണ് സിറ്റുവേഷൻ ഒഴിവാക്കാൻ പറ്റുന്നില്ല. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ഡിപ്രഷനിലേക്കാണ് ഈ പേഴ്സൺ പോകുന്നത്. ഭയങ്കര സ്ട്രെസ്സും ഡിപ്രഷനും ഉറക്കമില്ലായ്മയും നൈറ്റ് മെയർസ് എന്ന് വെച്ചാൽ രാത്രി കാണുന്ന പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളും എല്ലാം കൊണ്ട് ഈ പേഴ്സൺ ഉറങ്ങാനും പറ്റുന്നില്ല. അപ്പോൾ ജീവിതത്തിൻ്റെ താളം തന്നെ തെറ്റിയിരിക്കുന്ന ഒരാളാണ് ഈ പേഴ്സൺ കേട്ടോ. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് ഈ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്നത്. എന്താണ് ഈ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ? ഈ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഈ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? അപ്പോൾ സിറ്റുവേഷൻ ഇതാണ്. ഈ പേഴ്സണിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഇല്ല, കാര്യങ്ങളൊക്കെ വളരെ മന്ദഗതിയിലാണ് പോകുന്നത്. ഈ പേഴ്സൺ ആണെങ്കിൽ ഈ സിറ്റുവേഷനിലേക്ക് ഏത് സിറ്റുവേഷനാണോ ഈ പേഴ്സണ് തലവേദന കൊടുക്കുന്നത് ആ സിറ്റുവേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഈ പേഴ്സൺ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ പേഴ്സൺ എന്ത് ചെയ്യണം ധൈര്യം തരുന്നില്ല. തിരിച്ച്
ചെല്ലാനായിട്ട്, കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിക്കാനും പറ്റുന്നില്ല. അതുപോലെ തന്നെ ഈ പേഴ്സൺ ആണോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്? ഈ പേഴ്സൺ നിങ്ങളെ ഒരു ചവിട്ടുപടി ആക്കിയ പോലെയുണ്ട്. കാരണം ഈ പേഴ്സണ് തോൽക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഒരു ചെറിയൊരു തർക്കമാണെങ്കിൽ പോലും അവസാന വാക്ക് ഈ പേഴ്സൻ്റെ ആയിരിക്കണം. മനസ്സിലായി? അങ്ങനെ അതിന് ഏത് വഴിയും ഉപയോഗിക്കുന്ന ഒരു പേഴ്സണാണിത്. അപ്പോൾ കമ്മ്യൂണിക്കേഷനിലും പ്രശ്നമുണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ. മെയിനായിട്ട് നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് പ്രശ്നം. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ പേഴ്സണ് വളരെ കഷ്ടകാലമാണെന്ന് ഇപ്പോൾ ബിസിനസ്സൊക്കെ ഡള്ളാവുന്നു, ജോലിയിൽ പ്രശ്നം, ഫ്രണ്ട്സൊക്കെ അകന്നിട്ടുണ്ടാവും, ബന്ധുക്കളൊക്കെ അകന്നിട്ടുണ്ടാവാം. ഒരു വെള്ളം കുടിച്ചേ. എല്ലാ ഫ്രണ്ട്സ് എല്ലാം അകന്നു പോയി. അപ്പം നിങ്ങൾ പോയതോടുകൂടി ഈ പേഴ്സൻ്റെ നല്ല കാലം കഴിഞ്ഞു എന്നൊരു ചിന്ത ഈ പേഴ്സണ് വരുന്നുണ്ട് കേട്ടോ. അതൊരു പേടിയാണ് ഈ പേഴ്സണ്. അതാണ് ഈ പേഴ്സൺ ഓർക്കാരം. നിങ്ങളാണ് ഈ പേഴ്സൻ്റെ ലക്ക് എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. അപ്പം നിങ്ങൾ പോയതോടുകൂടി പണം നഷ്ടം ഉണ്ടാവുന്നുണ്ട്, ഫാമിലിയിൽ പ്രശ്നം, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ പ്രശ്നമായി. അപ്പോൾ ഇതെല്ലാം ഈ പേഴ്സണ് ഭയങ്കര പേടിയാവുന്നുണ്ട്. ഒരു കാര്യവും ഈ പേഴ്സണ് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, ഒരു ഓഫറും വരുന്നില്ല. മനസ്സിലായോ? ഒരു ഓഫറും വരുന്നില്ല. എല്ലാവരും ഈ പേഴ്സണിൽ നിന്ന് അകന്നു പോകുന്നത് ഈ പേഴ്സൻ്റെ സ്വഭാവം കൊണ്ടാണെന്ന് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ പോയത് കൊണ്ട് അതിനൊന്നും ഉത്തരവാദി നിങ്ങളാണ്. മനസ്സിലായി? ഈ പേഴ്സൻ്റെ ഈ പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി ഈ പേഴ്സൺ ആണ് എന്ന് ഈ പേഴ്സൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം മാറും. പക്ഷെ ഇവിടെയും നിങ്ങളാണ് ഉത്തരവാദി. ഈ പേഴ്സൻ്റെ ബാഡ് ലക്കിന് ഉത്തരവാദി നിങ്ങളാണ്. നിങ്ങൾ പോയത് കൊണ്ടാണ് ഈ പേഴ്സണ് ബാഡ് ലക്ക് വന്നത് എന്ന ഒരു സ്ട്രെസ് ഈ പേഴ്സൺ. അപ്പോൾ ഈഗോ ഉള്ള ഒരാളായതുകൊണ്ട്, സ്ത്രീ ആയാലും പുരുഷനായാലും, നിങ്ങളോട് വന്നത് പറയാനോ നിങ്ങളെ തിരിച്ചു വിളിക്കാനോ ഉള്ള ആ ഒരു മനസ്സും വരുന്നില്ല ഈ പേഴ്സണ്. അതുകൊണ്ട് നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിക്കാനും പറ്റുന്നില്ല. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് കംപ്ലീറ്റ് ഡിറ്റാച്ച്ഡ് ആണ്, ഇമോഷണൽ ഡിറ്റാച്ച്മെൻ്റ് ആണ്. അപ്പോൾ ഈ പേഴ്സൺ പക്ഷേ ഈ പേഴ്സണ് മനസ്സിൻ്റെ ഉള്ളിൽ അറിയാം ഈ പേഴ്സൺ ചെയ്ത കാര്യം ശരിയായിട്ടില്ല. അതുകൊണ്ടാണ്, പക്ഷെ അത് തുറന്ന് പറയില്ല. അതാണ് ഈ പേഴ്സൻ്റെ ഒരു പ്രത്യേകത. മനസ്സിലായോ? ഭയങ്കര സെൽഫിഷായ, ഭയങ്കര കണ്ണിങ് ആയ, സ്വന്തം തെറ്റുകൾ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാത്ത ഒരു എനർജിയാണത്. അതാണ് ഈ പേഴ്സൻ്റെ ഒരു പ്രത്യേകത. മനസ്സിലാവുണ്ടോ? ഒരിക്കലും തെറ്റുകളെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സില്ല. അറിയാം, എന്നാലും അറിവില്ലാത്തതല്ല. അപ്പോൾ ഇതൊരു കുറ്റബോധമാണ് ഈ പേഴ്സണെ കൊല്ലുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പേഴ്സണെ വട്ടാക്കുന്നുണ്ട്. ഇത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഭയങ്കര ഇമോഷണൽ പ്രശ്നത്തിലാണ് ഈ പേഴ്സൺ. എന്നാൽ ഈഗോ കൈവിടുന്നുമില്ല. മനസ്സിലായോ? ഈഗോ കൈവിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പ്രശ്നങ്ങൾ പറഞ്ഞ് സ്വരുമയിലാക്കാൻ നോക്കാനുള്ള ആ ഒരു മനസ്സുമില്ല. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, വെർഗോ, ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കാണിക്കുന്നത്. ആദ്യമൊക്കെ ഈ പേഴ്സൺ വിചാരിച്ചത് ആര് പോയാലും എനിക്ക് കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവരും പോയപ്പോൾ അപ്പോഴാണ് എല്ലാവരുടെയും വില ഈ പേഴ്സണ് മനസ്സിലാകുന്നത്. കുറച്ച് അഹങ്കാരമുള്ളൊരു എനർജിയാണ്. നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? എന്താണ്? നിങ്ങളെ ഭയങ്കര ധൈര്യമുള്ള, വളരെ ഉത്തരവാദിത്തോടെ പെരുമാറുന്ന ഒരു എനർജി. നിങ്ങളൊരു സ്റ്റാർ ആയിട്ടാണ് ഈ പേഴ്സൺ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക, ഒരു ഗ്രോത്ത് കാണുന്നുണ്ട്. നിങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ അറിവുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്നും വേണ്ടാത്തത് എന്താണെന്നും നിങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു എനർജി ആയിട്ട് ഇങ്ങനത്തെ ഒരു ഈഗോ ഉള്ള ഒരു പേഴ്സൺ വന്ന് കോൺടാക്റ്റ് വരുമ്പോൾ എന്തായാലും പ്രശ്നങ്ങളുണ്ടാവും. മനസ്സിലാവുണ്ടോ? നിങ്ങളുടെ വില കളയാൻ സമ്മതിക്കില്ല. അപ്പോൾ നിങ്ങളെ അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ് ഈ പേഴ്സൺ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ട്. ഇതെല്ലാം ഉണ്ട്. നിങ്ങളൊരു സ്റ്റാർ പോലെയാണ്. കുറേ ആളുകൾക്ക് ഹോപ്പ് എല്ലാം കൊടുക്കുന്ന, മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളെന്നാണ് ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നത്. അതുപോലെ നിങ്ങളുമായിട്ട് റീകൺസിലിയേഷന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇത് പറയാനുള്ള ഒരു ധൈര്യം ഈ പേഴ്സണ് വരുന്നില്ല. മനസ്സിലാവുണ്ടോ?
ഈ ചിലർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെക്കുറിച്ച് നമ്മളോട് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് മിസ്യൂസ് ചെയ്യും, നമ്മൾക്ക് അഹങ്കാരം വരുമെന്നൊരു ചിന്തയുണ്ട്. അപ്പം നിങ്ങളുടെ പേഴ്സൺ അതുപോലെയാണ്. നിങ്ങളിലെ നന്മ ഈ പേഴ്സൺ തിരിച്ചറിഞ്ഞിട്ടും നിങ്ങളിലെ നന്മയുണ്ടെന്നത് അംഗീകരിക്കാനോ നിങ്ങളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനോ ഈ പേഴ്സണ് തോന്നിയിട്ടില്ല ഇതുവരെ. ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങളുടെ അടുത്തേക്ക് ഈ പേഴ്സൺ വന്നു കഴിഞ്ഞാൽ പിന്നെ റിലേഷൻഷിപ്പ് അതൊരു എന്താ പറയുക, നിങ്ങൾക്ക് പിന്നെ ഈ പേഴ്സൺ ഒരു വിലയും ഉണ്ടാകില്ല, നിങ്ങളുടെ മുമ്പിൽ ഈ പേഴ്സൺ ഒരു വിലയും ഉണ്ടാകില്ല എന്നൊരു ചിന്ത ഈ പേഴ്സൺ ഉണ്ട്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാത്തത്. ശരിക്കും പറഞ്ഞാൽ ഈ പേഴ്സൺ നിങ്ങളെ ഓർത്തിട്ട് ഭയങ്കരമായിട്ട് അഭിമാനമുണ്ട്, പക്ഷെ അതൊരിക്കലും നിങ്ങളോട് തുറന്ന് പറയില്ല. ഇതെല്ലാം കൂടിയാണ് ഈ പേഴ്സണിൻ്റെ മനസ്സിനെ കാർന്ന് തിന്നുന്നത്. ഗിൽറ്റി കോൺഷ്യസും, നിങ്ങൾ നഷ്ടപ്പെടുമോ എന്ന പേടിയും, നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ പേഴ്സണ് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഈ പേഴ്സൻ്റെ ഫ്രണ്ട്സ് ഇവരോട് പറയുന്നുണ്ട് നിങ്ങളോട് വന്ന് സംസാരിക്കണം, കാര്യങ്ങൾ തുറന്ന് പറയണം, അല്ലെങ്കിൽ ഇതൊരു ഡിവോഴ്സിലേക്കോ അതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എൻ്റെ റിലേഷൻഷിപ്പിൽ വരുമെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പേഴ്സൺ ഒരു പാഠമാണ് നിങ്ങളുമായിട്ടുള്ള ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എന്ന് നിങ്ങളുടെ ഫ്രണ്ട്സ് പറയുന്നുണ്ട്. ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ടിലാണ്. ചില ഫ്രണ്ട്സ് ഇപ്പോഴും ഉപേക്ഷിക്കാതെ നിൽക്കുന്നുണ്ട് ഈ പേഴ്സണെ, നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു നല്ല ഫ്രണ്ടാണെന്ന് ഈ പേഴ്സൺ അറിയാം, നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുമെന്നറിയാം. പക്ഷെ എന്നാലും ഈ പേഴ്സൻ്റെ ആ ഒരു വളർന്നു വന്ന സാഹചര്യം കൊണ്ടായിരിക്കാം കാര്യം അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നെഗറ്റീവ് എഫക്റ്റ് വരുമെന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയാണ് ഈ പേഴ്സൺ കേട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളെ ഇടിച്ച് താഴ്ത്തുക, നിങ്ങളുടെ കോൺഫിഡൻസ് നശിപ്പിക്കാനേ ഈ പേഴ്സൺ നോക്കിയിട്ടുള്ളൂ. അതാണ് ഇപ്പോഴും ചിന്തിക്കുന്ന ഈ പേഴ്സൺ. ഇവൾ കോൺഫിഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ, പെണ്ണായാലും ആണായാലും, നിങ്ങൾ സ്ത്രീ ആയാലും പുരുഷനായാലും, നിങ്ങൾക്ക് കോൺഫിഡൻസ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഈ പേഴ്സണെ കൈവിട്ട് പോകും. ഇപ്പം നോ കോൺടാക്റ്റ് ആണ്, ഇനി ഇത് എവിടെ കൈവിട്ട് പോകാനാണെന്ന് അറിയില്ല, എന്നാലും ആ പേഴ്സൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയാണ് വരുന്നത്. ഇവിടെ ടോറസ്, ലീബ്ര, അക്വേറിയസ്, ലീബ്ര, സ്കോർപ്പിയോ, ഇത്രയും സോഡിയാക് സൈനാണ് വരുന്നത്. അപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് ഇതാണ്. ലവ് എന്നാലും കാണിക്കുന്നില്ല കേട്ടോ, കൂടുതലും ഫ്രണ്ട്ഷിപ്പ് ആണെന്ന ഒരു കമ്പാനിയൻഷിപ്പ് പോലെയാണ് കാണിക്കുന്നത്. എന്താണ് നെക്സ്റ്റ് ആക്ഷൻ? ഈ പേഴ്സൻ്റെ അടുത്ത ആക്ഷൻ എന്തായിരിക്കും നോക്കാം. 10 ഓഫ് കപ്സ് ആഗ്രഹിക്കുന്നുണ്ട്, ഈ ടവർ മൊമെൻറ്റ് മാറ്റണമെന്നുണ്ട്. ഇത് വലിയൊരു ആഘാതമാണ് നിങ്ങളുമായിട്ടുള്ള നോ കോൺടാക്ട്. ഈ പേഴ്സൻ്റെ ലൈഫിൽ വലിയൊരു ആഘാതമാണ് ഉണ്ടായിരിക്കുന്നത്. അത് തിരിച്ച് 10 ഓഫ് കപ്സിലേക്ക് പോകണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. 10 ഓഫ് പെൻറ്റക്കിൾസ് ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലായോ? നിങ്ങളാണ് ഒരു ഉത്തമനായ ഭർത്താവ് അല്ലെങ്കിൽ ഉത്തമയായ ഭാര്യ നിങ്ങളാണെന്നൊരു ബോധമുണ്ട്. പക്ഷെ അത് നിങ്ങളോട് അംഗീകരിച്ച് തരാൻ ഈ പേഴ്സണ് മനസ്സില്ല. അതാണ് 10 ഓഫ് കപ്സ്. ഇത് 10 ഓഫ് സ്വേർഡ്സ്. ഈ ഒരു സിറ്റുവേഷൻ നോ കോൺടാക്റ്റിലേക്ക് പോയി ചിലപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവാം ആ അഹങ്കാരത്തിൽ. അപ്പോൾ നിങ്ങൾ 10 ഓഫ് സ്വേർഡ്സിലായിരുന്ന ഈ സിറ്റുവേഷൻ 10 ഓഫ് കപ്സിലേക്ക് പോകണമെങ്കിൽ കുറേ സ്ട്രെങ്ത് വേണം, കുറേ വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാണ് ഈ പേഴ്സണ് മടിയാവുന്നത്. എന്നാലും ആഗ്രഹിക്കുന്നുണ്ട് അതാകണമെന്ന്. ഈ ടവർ മൊമെൻറ്റ് റിവേഴ്സ് ചെയ്യണം എന്നുണ്ട്. പക്ഷേ എന്നാലും പാസ്റ്റിനെ കുറിച്ച് ഓർത്തിരിക്കുന്ന ഏത് നേരവും പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ സ്ത്രീയാണ്, ഒരു പുരുഷനാണത്. ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു ചോയ്സ് എടുത്തിട്ട് മുമ്പോട്ട് പോവുക, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി നമുക്ക് മുമ്പോട്ട് പോകാമെന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലേക്ക് ഈ പേഴ്സൺ വരുന്നില്ല. ഈ പേഴ്സണ് പേടി നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെയും ഒരു ടവർ മൊമെൻറ്റ് ഉണ്ടാവുമെന്നാണ്. നിങ്ങൾ ഈ പേഴ്സണെ സ്വീകരിച്ചില്ലെങ്കിലോ അതൊരു ടെൻഷനാണ് ഈ പേഴ്സണ്. അപ്പോൾ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളാണ്. ഇവിടെ 9 ഓഫ് സ്വേർഡ്സ് ആണെങ്കിൽ ഇവിടെ 8 ഓഫ് സ്വേർഡ്സ് കാണി ഭയങ്കരമായിട്ട് ചിന്തിച്ച് സ്വന്തം ചിന്തകളിൽ തന്നെ കുരുങ്ങിക്കിടക്കുന്ന ഒരാളാണ്. ആക്ഷൻ എടുക്കുന്ന പരിപാടി ഈ പേഴ്സൺ ഇല്ല. ചിന്തകളാണ്. ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയായിരിക്കും, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും. ഒരു സൊല്യൂഷനിലേക്ക് പോകാനുള്ള ഒരു മെൻറ്റാലിറ്റി ഇല്ലാത്ത ഒരാൾ. മനസ്സിലായോ? വേൾഡ് കാർഡ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ചേഞ്ചിന് വേണ്ടി പ്രവർത്തിക്കാൻ ഈ പേഴ്സൺ ഒരു വാക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു ധൈര്യം കാണിച്ചു കഴിഞ്ഞാൽ ഈ സിറ്റുവേഷൻ കംപ്ലീറ്റ് ആയിട്ട് മാറും. പക്ഷേ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ, അങ്ങനെ ഒരു ധൈര്യം എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിവില്ലാത്ത ഒരു എനർജിയാണിത്. വെറുതെ ഇങ്ങനെ സ്ട്രെസ്സിലിരിക്കുകയാണ്. ഈ സ്ട്രെസ്സ് അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിൻ്റെ സൊല്യൂഷനാണ് അറിയേണ്ടത്, അല്ലാതെ അതിൽ ജീവിക്കുകയല്ല വേണ്ടത്. മനസ്സിലായോ?
അതാണ് മെജോറിറ്റി ആളുകളും കുറച്ച് കഴിയുമ്പോൾ അത് എൻജോയ് ചെയ്യാൻ തുടങ്ങും. കാരണം മറ്റുള്ളവരുടെ സിമ്പതി നമുക്ക് കിട്ടും. അപ്പം നമ്മൾക്ക് സിമ്പതി കിട്ടുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും അത് വലിയ കാര്യമാണെന്ന്. പക്ഷെ ആൾക്കാർ ഒരു ദിവസം നിങ്ങളോട് സിമ്പതി കാണിക്കും, 2 ദിവസം കാണിക്കും, 3 ദിവസം കാണിക്കും, 4ാമത്തെ ദിവസം അവർക്ക് ദേഷ്യം വരും. കാരണം അവരുടെ ഹാപ്പിനെസ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ നല്ല ഹാപ്പി ആയിട്ട് നിങ്ങളോട് വന്ന് സംസാരിക്കും, നിങ്ങൾ ഈ ദുഃഖത്തിൻ്റെ കെട്ടഴിച്ച് വിടും. അപ്പോൾ പിന്നെ ആൾക്കാർ കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും, നിങ്ങളോട് സംസാരിക്കില്ല. കാരണം അവരെത്ര ഹാപ്പി ആണെങ്കിലും നിങ്ങൾ ആ ഹാപ്പിനെസ് നശിപ്പിക്കും. മനസ്സിലായോ? കാരണം നിങ്ങൾക്ക് ദുഃഖങ്ങളാണ് ഇഷ്ടം. അപ്പോൾ ഇവിടെയാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് പ്രശ്നങ്ങളിൽ കുരുങ്ങിക്കിടക്കാതെ പ്രശ്നങ്ങളിൽ നിന്ന് ഇറങ്ങി, പിന്നെ നമ്മൾക്ക് വരുന്ന പ്രശ്നങ്ങൾ, അതാണ് കർമ്മഫലം എന്ന് പറഞ്ഞത്. നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ചെയ്തതിൻ്റെ കർമ്മഫലമാണെന്നാണ് പറയുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഒരു മനസ്സിന് ശാന്തി കിട്ടും. ഓക്കെ, ഇത് വെറുതെ എനിക്ക് വന്ന പ്രശ്നമല്ല, ഞാൻ എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് വന്നു ചേർന്നതാണ് എനിക്കൊരു ബോധം വരുമ്പോൾ, അങ്ങനെ ഒരു ബോധം വരിക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ആ ഒരു ബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാൻ ഈസിയാണ്. മനസ്സിലായോ? പിന്നെ നമ്മൾ തെറ്റ് ചെയ്യില്ല. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ, ഒരാളോട് സംസാരിക്കുമ്പോൾ, നിങ്ങളെ ഉപദ്രവിക്കാത്ത ഒരാളോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കും. മനസ്സിലായോ? അയ്യോ അത് വേണ്ട, കാരണം ഇത് തിരിച്ച് എൻ്റെ അടുത്തേക്ക് വരും എന്ന്. പക്ഷെ നിങ്ങൾ ഉപദ്രവിക്കുന്നവരോട് നിങ്ങൾ തിരിച്ച് അതുപോലെ പെരുമാറുക. മനസ്സിലായോ? സ്ട്രോങ് ആയിട്ട് തന്നെ പെരുമാറുക. ആരും പറയുന്നില്ല നിങ്ങൾ ഒരു ചവിട്ടുമെത്തയായിട്ട് കിടക്കണമെന്ന്. നിങ്ങളുടെ പീസ് ഓഫ് മൈൻഡിനും നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കുന്നവരെ നിങ്ങൾ അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ പ്രതികരിക്കുക. പക്ഷെ നിങ്ങളോട് ഒരു ദോഷവും ചെയ്യാത്തവരോട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ വേദനിപ്പിക്കരുത് അവരെ. അത്രയേ ഉള്ളൂ. അതാണ് ഈ കർമ്മഫലം എന്ന് പറഞ്ഞ കാര്യം. അതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കർമ്മഫലത്തിൻ്റെ കാര്യം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യം സെറ്റാവും. അതാണ് പറയുന്നത്. അപ്പോൾ ഈ പേഴ്സണും അതാണ് പ്രശ്നം. ഈ പേഴ്സൻ്റെ കർമ്മഫലം ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ മാത്രം പോരല്ലോ, അത് നമുക്ക് തിരിച്ചു കിട്ടുമ്പോൾ നമ്മളത് അനുഭവിക്കാൻ സന്നദ്ധരായിട്ട് വേണം കൊടുക്കാൻ. അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇവിടെ സോഡിയാക് സൈൻ ലിയോ ഉണ്ട്, സ്കോർപ്പിയോ ഉണ്ട്, സാജിറ്റേറിയസ് ഉണ്ട്, ടോറസ്, ലിയോ, അക്വാരിയസ്, സ്കോർപ്പിയോ, പിന്നെ ലീബ്ര, സ്കോർപ്പിയോ സ്ട്രോങ് ആണ്. സ്കോർപ്പിയോ പിന്നെയും ഉണ്ട് ഇവിടെ, അക്വാരിയസ്, ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് വെർഗോ ഉണ്ട്, ടോറസ്, ലീബ്ര. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. അപ്പോൾ ഇതോടുകൂടി ഞാൻ ഈ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും സംതൃപ്തിയും ഭഗവാൻ അനുഗ്രഹിച്ചു തരാനിടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ബൈ ബൈ. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇനി ഒരു റീഡിങ്ങുമായിട്ട് വീണ്ടും വരാം. ബൈ ബൈ. ടേക്ക് കെയർ.